Assalamu Alaikum. Hello dear students. So in this class we are going to learn a new concept, the relative atomic mass. Okay, എന്താണ് relative atomic mass എന്ന് പറയുന്നത്? Okay, in the 9th standard we learned about the relative density of water. അല്ലേ, relative density എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. So what is relative density? We എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ റിലേറ്റീവ് ഡെൻസിറ്റി വി കമ്പയർ ദ ഡെൻസിറ്റി ഓഫ് എ എന്താണ് ഒബ്ജക്റ്റ് വിത്ത് നമ്മളൊരു വസ്തുവിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റീനെ എന്ത് ചെയ്യുന്നു, വാട്ടറിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ റിലേറ്റീവ് ഡെൻസിറ്റി. ലൈക്ക് ദാറ്റ് വാട്ട് ഈസ് റിലേറ്റീവ് അറ്റോമിക് മാസ്, അതായത് ഒരെണ്ണമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുന്നു അല്ലേ. സോ ഇൻ റിലേറ്റീവ് അറ്റോമിക് മാസ് വി റിലേറ്റ് ദ മാസ് വിത്ത് അനദർ എലമെൻറ്റ്. ഒരു വേറൊരെണ്ണത്തിൻ്റെ ഇതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അറിയാം, ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ആക്യുറേറ്റ് മാസ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ത്രൂ ദ മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അറ്റോമിക് മാസ് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് മാസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട്. മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് for example, the mass of the hydrogen atom is 1.67 into 10 raised to minus 24. Okay, minus 24 gram. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്, ഓക്കെ, ഇൻ ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 into 10 raised to minus 24 gram. എത്രയാണ്? ഹൈഡ്രജൻ്റെ മാസാണ് 1.67 into 10 raised to minus 24 gram ആണ് ഹൈഡ്രജൻ്റെ എന്താന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇൻ പ്രാക്ടീസ് ഇറ്റ് ഈസ് ടെൻസർ ഇൻ ടേംസ് ഓഫ് റിലേറ്റീവ് മാസ്. ഇതിനെ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്, റിലേറ്റീവ് മാസ്. അതാണ് മിസ് പറഞ്ഞത്, ഒന്നുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നു. ഓക്കെ, റിലേറ്റീവ് മാസ്. നമ്മൾ മാസ് എന്നല്ല പറയുന്നത്, വി എന്താണ് സേ ദാറ്റ് ഇറ്റ് ഈസ് ദ റിലേറ്റീവ് മാസ്. In practice, we'll say that it is the relative mass. Okay, in this method, ഈ ഒരു മെത്തേഡിൽ മിസ് നേരത്തെ പറഞ്ഞ പോലെ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ റിലേറ്റീവ് അറ്റോമിക് മാസിൽ വി റിലേറ്റ് ദ എന്താണ് വാല്യൂ വിത്ത് ദ അനദർ വൺ. ഓക്കെ, നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുന്നു. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ദ മാസ് ഓഫ് ദ ആറ്റം ഇസ് കമ്പയർഡ് ടു ദ മാസ് ഓഫ് അനദർ ആറ്റം ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് എ നമ്പർ വിച്ച് ഷോസ് ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് ഹെവിയർ ദാൻ ദ അതർ ആറ്റം. ഓക്കെ, ഹൗ മെനി ടൈംസ് ഹെവിയർ ദാൻ ദ മറ്റ് ആറ്റത്തിൽ നിന്ന് എത്ര കൂടുതൽ, ഹൗ മെനി ടൈംസ് ഹെവിയർ, ഹൗ മെനി ടൈംസ് ഹെവിയർ നമ്മൾ എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്ത് പറയുന്നു. ഹൗ മെനി ടൈംസ് ഹെവിയർ ദാൻ ദ അതർ ആറ്റം, മറ്റേ ആറ്റത്തിനെ അപേക്ഷിച്ച് എത്ര ഹെവിയർ ആണെന്നുള്ള, ഹൗ മെനി ടൈംസ് ഹെവിയർ ദാൻ ദ അതർ ആറ്റം, ഇവിടെ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. ഓക്കെ, ഹെവിയർ ദാൻ ദ അതർ ആറ്റം. ഓക്കെ, സോ in relative atomic mass we compare that and how many times heavier than the other atoms. അതർ ആറ്റത്തിനെ അപേക്ഷിച്ച് എത്ര ടൈംസ് ഹെവിയർ ആണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആൻഡ് എന്താണ് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്ന ഏതുമായിട്ടാണെന്ന് അറിയാമോ, കാർബണുമായിട്ടാണ്. കാർബൺ എന്ന് പറയുന്ന ഒരു എലമെൻറ്റുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ് ആർ എക്സ്പ്രസ്ഡ് ബൈ കൺസിഡറിങ് 1/12 മാസ് ഓഫ് കാർബൺ 12ൻ്റെ 1/12 ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാർബൺ 12 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാർബണുമായിട്ടാണ്, അല്ലെങ്കിൽ കാർബൺ 12 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഐസോട്ടോപ്പ് ഓഫ് കാർബൺ. ഓക്കെ, ഐസോട്ടോപ്പ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടില്ലേ. സോ കാർബൺ 12 ഈസ് ദ ഐസോട്ടോപ്പ് ഓഫ് കാർബൺ ആൻഡ് വി കമ്പയർ വിത്ത് കാർബൺ 12. ഓക്കെ, സോ എന്താണ്, ദ അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ്സ് ആർ എക്സ്പ്രസ്ഡ് ബൈ കൺസിഡറിങ് 1/12 mass of atom of carbon 12 as 1 unit. ഓക്കെ, കാർബണുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാർബണിൻ്റെ ഐസോട്ടോപ്പുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ കാർബണുമായിട്ട് കമ്പയർ ചെയ്യുക, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് വി സെലക്ട് ദ കാർബൺ എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത, കാർബണിന് ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ഹാസ് ദ എബിലിറ്റി ടു ഫോം ന്യൂമറസ് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഒക്കെ ഫോം ചെയ്യാനുള്ള എബിലിറ്റി എന്തിനുണ്ട്, കാർബണിന് ഉണ്ട്. സോ വി കമ്പയർ ഓർ റിലേറ്റ് ദ മാസ് ഓഫ് ആൻ ആറ്റം വിത്ത് കാർബൺ 12. ഓക്കെ, so when average atomic masses of elements are calculated taking into account the different isotopes of elementsന്റെ ഐസോട്ടോപ്പ് ആണ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ അറ്റോമിക് മാസസ് ഓഫ് എലമെന്റ്സ് മേ ബി ഫ്രാക്ഷണൽ വാല്യൂസ്. ചിലപ്പം എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷണൽ വാല്യൂസ് വി ഗെറ്റ് ദ ഫ്രാക്ഷണൽ വാല്യൂസ് കിട്ടാറുണ്ട്. ബട്ട് ഇൻ പ്രാക്ടീസ് വി ടേക്ക് ദ
whole numbers ആണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, സോ however for practical purpose and calculation most of the values are taken as whole numbers. നമ്മുടെ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടും പ്രാക്ടിക്കൽ പർപ്പസസിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ എന്താണ് എടുക്കാറുള്ളത്? ഹോൾ നമ്പേഴ്സ് ആണ് എടുക്കാറുള്ളത്. ഓക്കെ, ഇൻ റിലേറ്റീവ് അറ്റോമിക് മാസ് വി കൺസിഡർ ഹൗ മെനി ടൈംസ് ഹെവിയർ ദാൻ ദ അതർ ആറ്റം. മറ്റേ ആറ്റത്തിനേക്കാളും എത്ര ഹെവിയർ ആണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് വി കമ്പയർ വിത്ത് ദ കാർബൺ ആറ്റം ഓർ ദ കാർബൺ 12, ദ ഐസോടോപ്പ് ഓഫ് കാർബൺ. ഓക്കെ, നമുക്ക് റിലേറ്റീവ് അറ്റോമിക് മാസിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം. ഓക്കെ, വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് മോർ അബൌട്ട് ദ റിലേറ്റീവ് അറ്റോമിക് മാസ്. നിങ്ങൾ റിലേറ്റീവ് എന്ന് പറയുന്നത് എന്താ? മറ്റൊന്നുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ എന്താണ്, ഇപ്പം നമ്മൾ കാർബണും പ്ലസ് ഓക്സിജൻ കമ്പൈൻസ് ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു? കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ടു ഫോം വാട്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ എത്ര ഓക്സിജൻ ആറ്റം ആണ് ഉള്ളത്? 2 ഓക്സിജൻ ആറ്റം. ഓക്കെ, ദെൻ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി ഓക്സിജൻ ആറ്റം കമ്പൈൻസ് വിത്ത് 1 കാർബൺ ആറ്റം? ഹിയർ 2 oxygen atom combines with the 1 carbon atom and forms the carbon dioxide. Carbon dioxide form ചെയ്തു. Okay, so how many oxygen atom combine with the 1000 carbon atoms? അപ്പോൾ എത്ര ഓക്സിജൻ ആറ്റം 1000 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അവിടെ എത്ര ഓക്സിജൻ ആറ്റം കാണും? ഓക്കെ, സോ നമ്മൾ അപ്പോൾ 1000 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 2000 ഓക്സിജൻ ആറ്റം അല്ലേ? സോ 2000. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഹൗ മെനി ഓക്സിജൻ ആറ്റം കമ്പൈൻ വിത്ത് 1000 കാർബൺ ആറ്റം? 1000 കാർബൺ ആറ്റം എന്താണ് ആയിട്ട് എത്ര ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്യുന്നു? അപ്പോൾ 2000 ഓക്സിജൻ ആറ്റം. ഓക്കെ, ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ മാസ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ the numbers of atoms are scientifically find out and are given in the table. അതായത് ഒരെണ്ണത്തിൻ്റെ ഒരു എന്താണ് നമ്പർ ഓഫ് ആറ്റംസ്, ഒരു എലമെൻറ്റിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ദർ ഈസ് എ ടേബിൾ ഇൻ യുവർ ടെക്സ്റ്റിനകത്തൊരു ടേബിൾ ഉണ്ട്. സോ നമുക്കത് ചെക്ക് ചെയ്യാം. എലമെൻറ്റ് ഏതാണ്? കാർബൺ. ഓക്കെ, 11 കാർബൺ ആൻഡ് ഓക്സിജൻ. ദ മാസ് ഗിവൺ, ദ മാസ് ടേക്കൺ, മാസ്. ഓക്കെ, സോ കാർബണിൻ്റെ എത്രയാണ്? കാർബണിൻ്റെ എന്ന് പറയുന്നത് 12 gram ആണ്. ദെൻ ഓക്സിജൻ, ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. ഓക്സിജൻ്റെ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓക്സിജൻ്റെ എന്ന് പറയുമ്പോൾ 16 gram ആണ്. ഓക്കെ, 16 gram. ഓക്സിജൻ്റെ എത്രയാണ്? 16 gram. ആൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ്, എത്ര ഒരു നമ്പർ ഉണ്ട്, എത്ര നമ്പർ ഒരു എലമെൻറ്റിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, സോ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആൻഡ് ദ നമ്പർ ഈസ് 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, 10⁻23. Here also like that 6.022 into 10⁻23. Not forget the values. ഈ വാല്യൂസ് മറക്കരുത്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഓക്കെ, സോ എന്താണ് കാർബണിൽ മാസ് എന്ന് പറയുന്നത്? നിങ്ങൾ എന്താണ് നമുക്കിനി പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ദ മാസ് ടേക്കൺ കാർബൺ 12 gram, ഓക്സിജൻ 16 gram. ആൻഡ് ഹൗ മെനി ആറ്റംസ്? നമ്പർ ഓഫ് ആറ്റംസ് ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത വാല്യൂസ് ആണ്. 6.022 into 10⁻23. ആൻഡ് ഹിയർ ഓൾസോ ഇൻ വിച്ച് വി ടേക്ക് എനി എലമെൻറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ആർ 6.022 into 10⁻. ഇറ്റ് ഈസ് എ ഫിക്സഡ് വാല്യൂ. ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത വാല്യൂ ആണ് ഇതെന്ന് പറയുന്നത്. നമ്പർ ഓഫ് ആറ്റംസ് 6.022 into 10⁻23. ഓക്കെ, സോ നിങ്ങൾക്ക് ഡൗട്ട്സ് കാണും. നമ്മൾ ഈ ചാപ്റ്റർ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പം അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഡൗട്ട്സൊക്കെ മാറിക്കോളും. ഓക്കെ, അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത്. എ കാർബൺ ആറ്റം കമ്പൈൻസ് വിത്ത് 2 oxygen atom. If how many oxygen atoms are needed for combining with the 6.022 into 10⁻23 carbon atoms? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെങ്കിൽ 1000 കാർബൺ ആറ്റം എത്ര ഓക്സിജൻ ആറ്റമായിട്ട് കമ്പൈൻ? വി എന്ത് മൾട്ടിപ്ലൈ വിത്ത് 2 വെച്ച് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 അല്ലായിരുന്നു. സോ വി മൾട്ടിപ്ലൈ 2 വിത്ത് ദാറ്റ് നമ്പർ. ഹിയർ ആൾസോ 6.022 into 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ എത്ര ഓക്സിജൻ ആറ്റം വേണം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 6.022 into 10⁻23. 6.022 into 10⁻23 into 2. Then we get the number of oxygen atom for combining 6.022 into 2023 carbon atoms. Okay. Then എന്താണ് gram atomic mass?
അടുത്തൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുവാണ്. വാട്ട് ഈസ് ഗ്രാം അറ്റോമിക് മാസ്? ഓക്കെ, ഗ്രാം ഇറ്റ് ഈസ് വെരി സിമ്പിൾ ചാപ്റ്റർ. നിങ്ങൾ യു ലിസൺ. ഓക്കെ, നിങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും ഒരുപാട് എന്തൊക്കെയുണ്ട്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ചാപ്റ്റർ ആൻഡ് ലിസൺ ഹിയർ. ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്? ഓക്കെ, ഗ്രാം അറ്റോമിക് മാസ്. What is gram atomic mass? So each element is taken in the mass in grams equal to their atomic masses. The number of atoms present in them are found to be equal. അതായത് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദാറ്റ് നമ്പർ? 6.022 into 10 raised to 23. Okay, so 12 gram carbon is known as 1 gram atomic mass of what? Carbon. Okay, so 12 gram carbon, if we consider 12 gram carbon, ഇതൊക്കെ പ്രൂവ് ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂസ് ആണ്. 12 gram കാർബണിനെയാണ് എന്ത് പറയുന്നത്? 12 gram carbon is known as 1 gram atomic mass of carbon. 12 gram carbon is known as the 1 gram atomic mass. 1 gram atomic mass of carbon. Okay, 1 gram atomic mass. So 12 gram of carbon is known as the 1 gram atomic mass. Then oxygen കേസിൽ നമ്മൾ നേരത്തെ ഒരു വാല്യൂ in the table we learn, I write the one value. ഓക്സിജൻ ആകുമ്പോൾ എങ്ങനെയായിരിക്കും? 16 gram oxygen. Okay, 16, നിങ്ങൾ lecture notes write the lecture notes. 16 gram oxygen is known as the 1 gram atomic mass. 1 gram atomic mass. Okay, so 12 gram carbon is known as the 1 gram atomic mass of carbon and 60 gram oxygen is known as the, നിങ്ങൾ ഈ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, 12 gram carbon is known as the 1 gram atomic mass of carbon atom and 16 gram oxygen is known as the 1 gram atomic mass of what? 1 gram atomic mass of oxygen atom. Okay, so എന്താണ്? The mass of an element in grams, the mass of an element in grams is equal to its atomic mass is called 1 gram atomic mass. അതായത് ഒരു എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഗ്രാമിലുള്ള മാസ് എന്ന് പറയുന്നത്, നമ്മൾ മാസ് എങ്ങനെയാണ് പറയുന്നത്? മാസ് ഇൻ ഗ്രാംസ് അല്ലേ? മാസ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്? മാസ് ഇൻ ഗ്രാംസ്. ഓക്കെ, സോ ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ് ഒരു മാസിൻ്റെ ഗ്രാമിലുള്ള മാസ് എന്ന് പറയുന്നത്, ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ്. അതിൻ്റെ അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് കോൾഡ് 1 gram അറ്റോമിക് മാസ്. നമ്മൾ അല്ലെങ്കിൽ അതിന് എന്ത് പറയും? 1 GAM എന്ന് പറയും. 1 GAM. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. 1 GAM. എന്താണ് 1 GAM എന്ന് പറയുന്നത്? ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസിലുള്ള ഒരു എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ് ഈസ് ഈക്വൽ ടു atomic mass. Is equal to what? Is equal to its atomic mass is called 1 gram atomic mass. 1 GAM. It's otherwise called 1 GAM. Okay, 1 GAM of the element. This may be shortened as 1 gram atom. അപ്പം നമുക്കിതിനെ എങ്ങനെയും പറയാം? 1 gram, 1 GAM or 1 gram atom. It is otherwise we can shorten as 1 gram atom. Okay, so in 12 gram carbon atom, 12 gram carbonil 1 gram atomic mass of carbon and in 16 gram oxygen atom there is 1 gram atomic mass of oxygen. And what is gram atomic mass or 1 gram atom എന്ന് പറയുന്നത് എന്താണ്? The mass of an element in ഗ്രാംസിലുള്ള ഒരു എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് is equal to the atomic mass is called 1 gram atomic mass equal to atomic mass. അതിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ഗ്രാമിലുള്ള മാസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? അതിൻ്റെ അറ്റോമിക് മാസിന് ഈക്വൽ ആണ്. അതിനെയാണ് നമ്മൾ 1 GAM എന്ന് പറയുന്നത്. 1 GAM. അങ്ങനെ ഓരോന്നിനും ഓരോ വാല്യൂസ് ഉണ്ട്, GAM വാല്യൂസ് ഉണ്ട്. ഓക്കെ, നമുക്കത് പറയാം. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഓരോന്നിനും ഓരോ GAM വാല്യൂസ് ഉണ്ട്. അതായത് കാർബൺ മാസ് ഇൻ ഗ്രാം പറയുമ്പോൾ മാസ് ഇൻ അറ്റോമിക് മാസ് എത്രയാണ്? അറ്റോമിക് മാസ് കാർബണിൻ്റെ അറ്റോമിക് മാസ് ആണ്. യു നോട്ട് ദിസ് വാല്യൂ 12. അറ്റോമിക് മാസ് ഇസ് 12. അപ്പം നമ്മൾ എന്ത് പറയുന്നു? മാസ് ഇൻ ഗ്രാംസിൽ പറയുന്നു. മാസ് ഇൻ ഗ്രാംസിൽ പറയുമ്പോൾ എങ്ങനെ പറയും? ഇതിനെ 12 gram എന്ന് പറയും.
Okay, so carbon atomic mass is 12. When we say in mass in grams, it is 12 gram. And this GAM എത്രയാണ്? GAM എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, ഇത് 1 GAM ആണ്. gram atomic mass എന്ന് പറയുമ്പോൾ എന്താണ്? 1 GAM. Okay, 1 GAM. And number of atoms എത്രയാണ്? It is scientifically proved. എത്രയാണ് number of atoms എന്ന് പറയുന്നത്? 6.022 into 10 raised to 23. Okay, 6.022 into 10 raised to 23 is the number of atoms present in the carbon atom. Okay, then carbon in the atomic mass, you by heart this value, it is 12. We needed for the further calculations. So carbon has atomic mass 12. Okay, then carbon, oxygen has 16. You also by heart this value, mass in grams 16 gram and in GAM 1 GAM. You complete the table also in your textbook. Okay, so number of atoms എത്രയാണ്? 6.022 into 10 raised to 23. Then oxygen, another one is nitrogen. Okay, nitrogen atomic mass എത്രയാണ് and value എത്രയാണ്? Nitrogen is 14. ഇത് ഓൾറെഡി ഉള്ള വാല്യൂസ് ആണ്, യു ജസ്റ്റ് ബൈ ഹാർട്ട് ദിസ് വാല്യൂ. Okay, so 14 ആണ് മാസ് ഇൻ ഗ്രാംസിൽ പറയുമ്പം 14 gram and GAM 1 GAM. Number of atoms 6.022 into 10 raised to 23. Then carbon, chlorine. Okay, chlorine. In chlorine, what is the atomic mass of chlorine? Atomic mass of chlorine is 35.5. 35.5 and mass in grams എന്താണ്? mass in grams ൽ പറയുമ്പോൾ 35.5 gram. Then GAM 1 GAM. Number of atoms 6.022 into 10 raised to 23 atoms. Okay, so നിങ്ങൾക്ക് ടേബിൾ മനസ്സിലായല്ലോ. നിങ്ങൾ ഈ വാല്യൂസ് ഉണ്ടല്ലോ, യു ബൈ ഹാർട്ട് ദിസ് വാല്യൂസ്. അറ്റോമിക് മാസ്, ഓരോന്നിൻ്റെ അറ്റോമിക് മാസ്, ഇനി ഈ എലമെൻസിൻ്റെ അറ്റോമിക് മാസ് ഉണ്ട്. ഇൻ ഫർദർ ക്ലാസ്സസ് നമുക്ക് പഠിക്കാം. ഇപ്പം നിങ്ങൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ദെൻ ക്ലോറിൻ, കാർബൺ 12, ഓക്സിജൻ 16, നൈട്രജൻ 14, ക്ലോറിൻ 30, മോളിക്കുലാർ മാസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഈ വാല്യൂസ് അറ്റോമിക് മാസ് വേണം. അപ്പം നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, so 1 GM carbon is 12 gram carbon, isn't it? അല്ലേ? അപ്പം നമ്മൾ എന്താ ഇതിൽ നിന്ന് നമുക്ക് ഹൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ടേബിൾ, ഈ ടേബിളിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 1 gram അറ്റോമിക് മാസ് ഓഫ് എനി എലമെൻറ്റ്, ഒരു ഗ്രാം അറ്റോമിക് മാസുള്ള ഏതൊരു എലമെൻറ്റിലും എന്താ ഉണ്ട്? 6.022 into 10 raised to 23 ആറ്റംസ് ഉണ്ട്. ആൻഡ് ദ നമ്പർ ഈസ് നോൺ ആസ് ദ അവഗാഡ്രോ നമ്പർ. വാട്ട് ഈസ് ദ നമ്പർ ഈസ് നോൺ ആസ്? ദ നമ്പർ ഈസ് നോൺ ആസ് ദ അവഗാഡ്രോ നമ്പർ. എന്താണ്? 1 gram അറ്റോമിക് മാസുള്ള ഏതൊരു എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 6.022 into 10 raised to 23 ആറ്റംസ് ആയിരിക്കും. ആൻഡ് ദിസ് നമ്പർ ഈസ് നോൺ ആസ് ദ അവഗാഡ്രോ നമ്പർ. ദിസ് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് NA എന്നാണ് നമ്മൾ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇപ്പോൾ ഓക്സിജൻ, കാർബൺ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ അതിൻ്റെ GAM എന്ന് പറയുന്നത് 1 GAM ആണ് അല്ലേ? അപ്പോൾ ഈ 1 GAM ഉള്ള ഏതൊരു ആറ്റം, ഇപ്പം കാർബൺ ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ക്ലോറിൻ ആയിക്കോട്ടെ, ഏതിനകത്തായാലും എന്താണ്? ദ നമ്പർ ഓഫ് ആറ്റംസ് ആർ 6.022 into 10 raised to 23 ആണ്. Okay, so what is the the number is called Avogadro number. Okay, ആ നമ്പർ നമ്മൾ പറയുന്ന പേരെന്താണ്? Avogadro number. And it is indicated as NA. Avogadro number. Okay, so in this class നമ്മൾ എന്താണ് പഠിച്ചത്? അതായത് 1 gram atomic mass of any element, ഏതൊരു എലമെൻറ്റിൻ്റെ ആയാലും അതിൻ്റെ 1 gram atomic മാസ്സിലുള്ള ആറ്റംസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 6.022 into 10 raised to 23 and it is represented, അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു? ആ നമ്പറിനെ പറയുന്ന പേരാണ് the number is otherwise called Avogadro number and it indicated as NA. So hope you have understand all these concepts. In the next class we will learn more about this concept and now we can wind up. Thank you.